കേന്ദ്രം എയിംസ് പ്രഖ്യാപിക്കുമെന്ന് പലവട്ടം പറഞ്ഞ് വെട്ടിലായ എംപിയാണ് സുരേഷ് ഗോപി. തൃശൂരിലും പിന്നീട് ആലപ്പുഴയിലും തിരുവനന്തപുരത്തും എയിംസ് വന്നേക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വമ്പൻ പ്രഖ്യാപനം. കേന്ദ്ര ബജറ്റിൽ കേരളം കാത്തിരുന്നതും എയിംസ് തന്നെയായിരുന്നു. എയിംസ് എവിടെയെന്ന് ചോദിച്ചവരോട് മറ്റേ മോനെ എന്ന് വിളിച്ച ഏക കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയായിരിക്കും. ഇപ്പോൾ കേന്ദ്ര ബജറ്റിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി. ഇത് 2070 വരെയുള്ള രാജ്യത്തിന്റെ രൂപകൽപ്പനയാണെന്നാണ് എംപിയുടെ വാദം. ഭാവി കാലത്തേക്കുള്ള ദിശാബോധമുള്ള ബജറ്റ്. ഇതിനെയാണ് വികസിത് ഭാരത് എന്ന് പറയുന്നത്. 2070 ഉണ്ടാകാനിടയുള്ള സന്നിഗ്ധാവസ്ഥ മുന്നിൽ കണ്ടുള്ള ബജറ്റാണിതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എയിംസിന്റെ പേര് പറയാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും പൊള്ളവാദങ്ങളാണ് ഇതെന്ന് അരിഭക്ഷണം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. സുരേഷ് ഗോപി പറയുന്നത് ഇങ്ങനെയാണ്: ബജറ്റിനെ വിമർശിച്ച് ഭരണം പിടിക്കാൻ കഴിയുമോ എന്നാണ് പലരും ശ്രമിക്കുന്നത്. ഇതിന് വോട്ടിങ്ങിലൂടെ കേരള സമൂഹം മറുപടി നൽകും. അതേസമയം കേന്ദ്ര ബജറ്റിനെ കുറിച്ച് വിവാദമുണ്ടാക്കാൻ ശ്രമം നടന്നിരുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖറും പറയുന്നുണ്ട്. 10 കൊല്ലം ഒന്നും ചെയ്യാതിരുന്നവർ ഇലക്ഷന് തലേദിവസം ഉണ്ടാക്കുന്ന വിവാദം മാത്രമാണിത്. മുൻപ് ഇന്ത്യയുടെ സ്ഥിതി എന്തായിരുന്നുവെന്നും നരേന്ദ്രമോദിയുടെ കാലത്ത് എന്താണെന്നും എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിവേഗം വളരുന്ന സാമ്പത്തിക സ്ഥിതിയുള്ള രാജ്യമായി ഇന്ത്യ ഇന്ന് മാറി. 10 കൊല്ലം ഭരിച്ച UPA കാലത്ത് 42,000 കോടിയും നരേന്ദ്രമോദിയുടെ കാലത്ത് 1,82,000 കോടി രൂപയുമാണ് കേരളത്തിന് ലഭിച്ചത്. പക്ഷേ ഇത്ര വലിയ തുക ലഭിച്ച കേരളം ഒന്നും ചെയ്തില്ലെന്ന് പറയുകയാണ് രാജീവ് ചന്ദ്രശേഖർ. എയിംസിനെ കുറിച്ചുള്ള സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു: എയിംസ് തൃശൂരോ ആലപ്പുഴയോ തിരുവനന്തപുരമോ വരുമെന്നും കേരളം ഭൂമി നൽകിയില്ലെങ്കിൽ പൊള്ളാച്ചിയിലേക്ക് പോകുമെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ വാദം. കേന്ദ്ര ബജറ്റിൽ ഇക്കുറിയും കേരളത്തിന് എയിംസ് അനുവദിച്ചില്ല. കേരളത്തിന്റെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇക്കുറിയും അവഗണിച്ചത്. ആരോഗ്യരംഗത്ത് മുന്നിൽ നിൽക്കുന്ന കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം അതിവേഗ റെയിലിടനാഴി, വിഴിഞ്ഞം പദ്ധതി എന്നിവയ്ക്കും കേരളത്തെ പരിഗണിച്ചില്ല. കേരളം എന്നൊരു സംസ്ഥാനം ഇന്ത്യയിലില്ല എന്ന തരത്തിലുള്ള പരിപൂർണമായ കേന്ദ്രത്തിന്റെ അവഗണനയ്ക്ക് ശേഷമാണ് സുരേഷ് ഗോപിയുടെ കേന്ദ്ര ബജറ്റിനെ പുകഴ്ത്തിയുള്ള പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്.